പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മുടെ സംസ്ഥാന ക്യാമ്പിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ദ്രുതഗതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലരും രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ കൂട്ടുകാരും ദയവായി എത്രയും വേഗം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓർപ്പിക്കുകയാണ്. വിശേഷാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഈ രജിസ്ട്രേഷന് വേണ്ടി അവരെ സഹായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. കൂട്ടുകാർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് ഞങ്ങളെല്ലാവരും ആയിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഗാനപരിശീലനം, ആക്ഷൻ സോങ്ങുകൾ, ആരാധനയുടെ സമയങ്ങൾ, അതുപോലെ തന്നെ ബൈബിൾ ലെസണുകൾ, കഥകൾ, മിഷണറി സ്റ്റോറികൾ, ക്രാഫ്റ്റ്, ഗെയിം, പപ്പറ്റ് ഷോ തുടങ്ങിയുള്ള ആകർഷകമായ പ്രോഗ്രാമുകളാണ് ഈ ക്യാമ്പിലൂടെ ഞങ്ങൾ നൽകുന്നത്. നിശ്ചയമായും ടീൻസിന് വേണ്ടി പ്രത്യേക സെഷൻ ക്രമീകരിച്ചിരിക്കുന്നു. കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്വിസ് തുടങ്ങിയുള്ള പ്രോഗ്രാമുകളിലൂടെ വളരെ ആകർഷകമായ നിലയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്യാമ്പിൽ നിശ്ചയമായും എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒക്ടോബർ മാസം 24, 25, 26 തീയതികളിൽ നമുക്ക് ഒന്നിച്ചു കാണാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. കുഞ്ഞുങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു അല്ലേ? കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചു. വെരി ഗുഡ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ആദ്യം തന്നെ മനപ്പാഠവാക്യം പറയാം. കഴിഞ്ഞ ആഴ്ച പഠിച്ചേ എന്തായിരുന്നു? കഴിഞ്ഞ ആഴ്ച പഠിച്ച മനപ്പാഠവാക്യം സങ്കീർത്തനം 103:2. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നമ്മൾക്ക് ചെയ്ത ഉപകാരങ്ങളൊന്നും നമ്മൾ മറക്കരുത്. കുഞ്ഞുങ്ങളോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്ന നന്മകൾ ഓരോന്നും ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്തു അല്ലേ? വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. കുഞ്ഞുങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, പാഠപുസ്തകം തുറന്ന് 31-ാമത്തെ പാഠം നമ്മൾ പഠിക്കാൻ പോകുന്നത്. 31-ാമത്തെ പാഠം, മരിച്ച ബാലികയെ യേശു ഉയർപ്പിക്കുന്നു. മരിച്ച ബാലികയെ യേശു ഉയർപ്പിക്കുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, യേശു ചെയ്ത രോഗസൗഖ്യങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു ഒരു മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കുന്നതിനെക്കുറിച്ചാണ്, ജീവൻ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരിക്കൽ യേശു ഗലീല കടൽ തീരത്ത് ഇരിക്കുകയായിരുന്നു. നമുക്കറിയാം അല്ലേ, മുന്നുള്ള പാഠത്തിലൊക്കെ നമ്മൾ ഈ ഗലീല കടൽ തീരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? അതേപോലെ ഒരു ദിവസം യേശു ഗലീല കടൽ തീരത്തിരിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, യേശു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വലിയ ജനക്കൂട്ടമായിരിക്കും അല്ലേ? എന്താ യേശു പോകുന്നിടത്തൊക്കെ വലിയ ജനക്കൂട്ടം കൂടിയിരുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യേശു പറയുന്ന ദൈവവചനം കേൾക്കുവാനും അതുപോലെ രോഗസൗഖ്യങ്ങൾ പ്രാപിക്കുവാനും യേശുവിന് ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടിയൊക്കെ ഒത്തിരി ആളുകൾ തടിച്ചുകൂടുമായിരുന്നു അല്ലേ? അങ്ങനെ യേശു ഗലീല കടൽക്കര ഇരിക്കുമ്പോൾ അവിടെ പള്ളിപ്രമാണിയായ യായിറോസ് എന്നൊരു വ്യക്തി യേശുവിനെ സമീപിച്ചു. ആരാണ് യേശുവിനെ സമീപിച്ചത്? പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു വ്യക്തി. മനസ്സിലായോ? ആരായിരുന്നു? പള്ളിപ്രമാണിയായ യായിറോസ് എന്ന വ്യക്തി. എന്തിനാണ് യേശുവിനെ സമീപിച്ചതെന്നറിയാമോ? പറയാം. യായിറോസിന് 12 വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു. യായിറോസിന് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൾക്ക് 12 വയസ്സേ ഉള്ളായിരുന്നു. ആ കുട്ടിക്ക് വലിയ രോഗം പിടിച്ച് ആ കുട്ടി കിടപ്പിലായി. ഈ യായിറോസിൻ്റെ മകള് ഏതോ ഒരു വലിയ രോഗം പിടിച്ച് കിടപ്പിലായിപ്പോയി. ഈ യായിറോസിൻ്റെ ഭാര്യയുമായിരുന്നു ആ കുട്ടിയെ ശുശ്രൂഷിച്ചു പോരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചു എന്ന് പറഞ്ഞാൽ രോഗം അങ്ങ് കൂടി, വയ്യാഴി ഒത്തിരി കൂടി, ഏകദേശം മരിക്കുന്ന പോലെ ആയി. അപ്പോൾ യായിറോസ് ആകെ പരിഭ്രമിച്ചു, ആകെ വിഷമിച്ചു. അങ്ങനെയല്ലേ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പം മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനല്ലേ, അവർക്ക് ഭയങ്കര വിഷമമാണ് ആ സമയത്ത്.
അതുപോലെ ഈ യായിറോസിനും തൻ്റെ ഏക മകളാണ്, തനിക്കുള്ള ഏക മകൾ മരിച്ചു പോകുമോ എന്ന് യായിറോസ് ഭയപ്പെട്ടു. യായിറോസ് അപ്പോഴാണ് ഓർത്തത്, യേശു എന്നൊരു വ്യക്തിയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പല അത്ഭുതങ്ങളും ചെയ്യുന്നതാണ്, പലർക്കും രോഗങ്ങൾ സൗഖ്യമാക്കിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ യേശുവിനെ ഒന്ന് സമീപിച്ചു നോക്കാം, ഒരുപക്ഷെ എൻ്റെ മകളെ ആ യേശു സുഖപ്പെടുത്തിയാലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് യേശുവിനെ യായിറോസ് ഗലീല കടൽക്കരയിൽ സമീപിച്ചത്. യായിറോസ് അവിടെ എത്തി യേശുവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ മകൾക്ക് രോഗം വളരെയധികം കൂടിയിരിക്കുകയാണ്, ദയവായിട്ട് എൻ്റെ മകളെ സുഖമാക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യേശുവും ശിഷ്യന്മാരും യായിറോസിനൊപ്പം യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ അവർ കുറേ ദൂരം ചെന്നപ്പോഴേക്കും യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ എത്തിയിട്ട് പറഞ്ഞു, ഇനിയും ഗുരുവിനെ ബന്ധപ്പെടുത്തേണ്ട, യായിറോസേ നിൻ്റെ മകൾ മരിച്ചുപോയി. എന്താണ് ഈ യായിറോസിനോട് ആ വീട്ടിൽ നിന്ന് വന്ന വ്യക്തി പറഞ്ഞത്? യായിറോസേ നിൻ്റെ മകൾ മരിച്ചുപോയി, ഇനിയും ഗുരുവിനെ ബന്ധപ്പെടുത്തണ്ട എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ഇനിയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കണ്ട, ഇനി കൊണ്ടുവന്നിട്ടും കാര്യമില്ല, നിൻ്റെ കുട്ടി മരിച്ചുപോയി. യായിറോസ് ആകെ വിഷമിച്ചു. യായിറോസിന് വിഷമം സഹിക്കാൻ വയ്യാതെയായി. യേശു യായിറോസിന് അപ്പോൾ എന്തോ പറഞ്ഞതെന്നറിയാമോ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്താണ് യേശു അപ്പോൾ യായിറോസിനോട് പറഞ്ഞത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ വീട്ടിലായാലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വരുമ്പോഴും കുഞ്ഞുങ്ങൾ പരിഭ്രമിച്ച് വിഷമിച്ച് ടെൻഷൻ അടിക്കണോ? വേണ്ട. എന്ത് ടെൻഷനായാലും എന്ത് പ്രയാസം നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചിന്തിക്കണം? യേശുപ്പച്ചനിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കണം. യേശുപ്പച്ചനെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ആ നേരത്തെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭയമൊക്കെ അങ്ങ് മാറ്റി വെക്കണം കേട്ടോ. ഈ യായിറോസ് യേശു പറഞ്ഞതനുസരിച്ചു, യേശുവിൽ വിശ്വസിച്ചു. യായിറോസ് വിശ്വസിച്ചു, ഈ യേശുവിനെ കൊണ്ട് അത് കഴിയും, എനിക്കൊരു യേശുവിനെ സഹായിക്കുമെന്ന് യായിറോസ് വിശ്വസിച്ചു. അങ്ങനെ മരിച്ചെന്നറിഞ്ഞിട്ടും യേശുവും ശിഷ്യന്മാരും യായിറോസും കൂടി യായിറോസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞുങ്ങൾക്കറിയാം, നമ്മൾ മുന്നൊക്കെ മരണ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാ, ആരെങ്കിലും മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കര ജനക്കൂട്ടമായിരിക്കും അല്ലേ, ആളുകളൊക്കെ കൂടി തിങ്ങി ഇങ്ങനെ നിൽക്കും, അവിടെ ഭയങ്കര കരച്ചിലും മുറവിളിയും ഒക്കെ ആയിരിക്കും അല്ലേ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ കരയും. അങ്ങനെയല്ലേ മരണ വീട്ടിൽ. യേശു അവിടെ ചെന്നപ്പോഴും യായിറോസിൻ്റെ വീട്ടിലെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു ആ വീട്ടിൽ ചെന്ന് ആ മുറിക്കകത്ത് ചെന്ന് അവിടെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കി എല്ലാവരും പുറത്തോട്ട് പോകാൻ യേശു പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. യേശുപ്പച്ചൻ എന്തോ അവരോട് പറഞ്ഞേ? ഈ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് പറഞ്ഞു. ഇത് കേട്ട ആൾക്കാർ അവർ വിശ്വസിച്ചില്ല. ചിലർ യേശുവിനെ പരിഹസിച്ചു, യേശുവിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, ഈ യേശു എന്തോ ഈ പറയുന്നേ, ആ കുട്ടി മരിച്ചതാണ്. അത് മനസ്സിലാക്കാതെ യേശുവിനെന്തോ തെറ്റിദ്ധാരണയാണ്, ഈ രോഗസൗഖ്യം കൊടുക്കുന്ന പോലാണോ മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്നത്, യേശു എന്തോ അബദ്ധം പറയുകയാണെന്ന് അവിടെയുള്ള ആളുകൾ ചിന്തിച്ചിട്ട് യേശുവിനെ കളിയാക്കി. പക്ഷേ യേശു അവർക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. കളിയാക്കിയവരോട് യേശു പറഞ്ഞോ, ഇല്ല നിങ്ങൾ എന്നെ കളിയാക്കണ്ട, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞോ? ഇല്ല, യേശു അവർക്ക് ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഒക്കെ കളിയാക്കുമ്പോൾ കുഞ്ഞുങ്ങൾ തിരിച്ചവരോട് ദേഷ്യപ്പെടണോ? കുഞ്ഞുങ്ങൾ അവരോട് തിരിച്ച് കളിയാക്കണോ? വേണ്ട കേട്ടോ. കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഒക്കെ കളിയാക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവരോട് മറുപടി ഒന്നും പറയണ്ട കേട്ടോ. നമ്മുടെ യേശുപ്പച്ചൻ അതാ നമ്മളെ മാതൃക കാണിച്ചേ, നമ്മളൊന്നും മറുപടി പറയണ്ട. യേശു അങ്ങനെ ഈ ബാലിക കിടന്ന മുറിക്കുള്ളിൽ കടന്നു. അവിടെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കിയിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും യേശുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഏതൊക്കെ ശിഷ്യന്മാരെയാണ് കൂട്ടിയത്? യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, ഈ 3 ശിഷ്യന്മാരും ആ ബാലികയുടെ മാതാപിതാക്കളായ യായിറോസും ഭാര്യയും കൂട്ടി ആ മുറിക്കുള്ളിൽ കടന്നു. എന്നിട്ട് ബാലികയുടെ
ആ കുട്ടിയുടെ കട്ടിലിൽ ചെന്നിട്ട് ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ബാലേ എഴുന്നേൽക്കുക. എന്താണ് യേശുപ്പച്ചൻ ആ കുട്ടിയോട് പറഞ്ഞേ? ബാലേ എഴുന്നേൽക്കുക, നീ എഴുന്നേറ്റാലുമെന്ന് പറഞ്ഞു. മരിച്ചു കിടക്കുന്ന കുട്ടിയല്ലേ. പക്ഷേ യേശുവിൻ്റെ ശബ്ദം കേട്ടതും ആ മാത്രമേ തന്നെ ഈ കുട്ടി എഴുന്നേറ്റ് അവിടെ നടന്നു. അവിടെ യായിറോസിനൊക്കെ ആകെ അത്ഭുതം, എൻ്റെ കുഞ്ഞ് മരിച്ചെന്നെല്ലാവരും പറഞ്ഞതാ. പക്ഷെ നോക്കിക്കേ, എൻ്റെ കുഞ്ഞിനെ യേശു മരണത്തിൽ നിന്നും ജീവിപ്പിച്ച് ഇപ്പം ദേണ്ടേ നടക്കുന്നു. എന്നിട്ട് യേശു ഈ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ ബാലികയ്ക്ക് ഭക്ഷണം കൊടുക്കുവേൻ. അവൾ ആഹാരം കഴിക്കാതെ കിടക്കുകയല്ലേ, അവൾക്ക് ഭക്ഷണം കൊടുപ്പീനെന്ന് യേശു പറഞ്ഞു. അവർ അത്യന്തം സന്തോഷിച്ചു. യായിറോസിന് വളരെയധികം സന്തോഷിച്ചു. യായിറോസ് കരുതി മരിച്ചു പോയതാണ്, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചു. എങ്കിലും യായിറോസ് യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് യായിറോസിൻ്റെ മകൾ സൗഖ്യമായി അല്ലേ. ഈ യായിറോസിൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മുന്നേ കളിയാക്കിയവരൊക്കെ അവിടെ നിന്ന് ഇത് കണ്ടു, അവരൊക്കെ എളുഭ്യരായി. യേശുവിനെ കളിയാക്കിയവരൊക്കെ അവിടെ നിന്ന് ഇത് കണ്ടു. നോക്കിക്കേ, നമ്മുടെ യേശുപ്പച്ചന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ കുഞ്ഞുങ്ങളെ? രോഗം സൗഖ്യമാക്കാൻ മാത്രമാണോ? അത്ഭുതങ്ങൾ ചെയ്യാൻ മാത്രമാണോ യേശുവിന് കഴിയുന്നത്? അല്ല. ഇവൻ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ യേശുപ്പച്ചന് സൗഖ്യമാകാൻ, ജീവിപ്പിക്കുവാൻ നമ്മുടെ യേശുപ്പച്ചന് കഴിയും. അതിനുള്ള ശക്തിയും കഴിവും യേശുപ്പച്ചനുണ്ട്. കാരണം എന്താ? യേശുപ്പച്ചൻ ദൈവപുത്രനാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവപുത്രനാണ് യേശു. നമ്മൾ എന്ത് ചെയ്യണം? യേശുപ്പച്ചനിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അനുസരിക്കുകയും വേണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശുപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. യേശുപ്പച്ചനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. യേശുവിൽ വിശ്വസിക്കണം. കേട്ടോ? നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നമുക്ക് ഈ ആഴ്ചത്തെ മനപ്പാഠവാക്യം പഠിക്കാം. സങ്കീർത്തനം 68:20. സങ്കീർത്തനം 68:20. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. ഇവിടെ പറയാം, സങ്കീർത്തനം 68:20. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാകുന്നു. ദൈവത്തിന് മാത്രമേ നമ്മളെ വീണ്ടും ജീവിപ്പിക്കുവാനും മരണത്തിൽ നിന്ന് മാറ്റി നമുക്ക് പുതിയ ജീവൻ തരുവാനും കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ നമ്മളെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയത്തുള്ളൂ. കണ്ടില്ലേ യേശുപ്പച്ചൻ ആ ബാലികയെ ഉയർപ്പിച്ചത്? കാരണം എന്താ? യേശുപ്പച്ചൻ ദൈവപുത്രനാണ്. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളത് തന്നെ. പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 12 വയസ്സുള്ള ബാലികയുടെ പിതാവിൻ്റെ പേരെന്ത്? 12 വയസ്സുള്ള മരിച്ച ബാലികയുടെ പിതാവിൻ്റെ പേരെന്ത്? യായിറോസ്. പള്ളിപ്രമാണിയായ യായിറോസ്. രണ്ടാമത്തെ ചോദ്യം, യായിറോസ് യേശുവിനെ സമീപിച്ചത് എന്തിനായിരുന്നു? യായിറോസ് എന്തിനാണ് യേശുവിനെ സമീപിച്ചത്? കുഞ്ഞുങ്ങൾ പറഞ്ഞേ. തൻ്റെ മകൾ രോഗം വന്ന് മരിക്കാറായിരിക്കുന്നു. ആ മകളെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യേശുവിനെ യായിറോസ് സമീപിച്ചതല്ലേ? എന്തിനു വേണ്ടിയാണ്? തൻ്റെ 12 വയസ്സുള്ള മകൾ രോഗം വന്ന് മരിക്കാറായിരിക്കുന്നു. ആ മകളെ സുഖമാക്കുന്നതിന് വേണ്ടി, രോഗം ഭേദമാക്കുന്നതിന് വേണ്ടിയാണ് യേശുവിനെ സമീപിച്ചതല്ലേ? മൂന്നാമത്തെ ചോദ്യം, യേശു ഭവനത്തിൽ എത്തും മുമ്പ് എന്ത് സംഭവിച്ചു? യേശു യായിറോസിൻ്റെ ഭവനത്തിൽ എത്തുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചത്? ഒരാൾ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എന്താ പറഞ്ഞത്? യായിറോസിൻ്റെ മകൾ മരിച്ചുപോയി അല്ലേ? യായിറോസിൻ്റെ മകൾ മരിച്ചുപോയി. നാലാമത്തെ ചോദ്യം, ബാലിക മരിച്ചു എന്നറിഞ്ഞപ്പോൾ യേശു യായിറോസിനോട് എന്തു പറഞ്ഞു?
തൻ്റെ മകൾ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോൾ മരിച്ചുപോയെന്നറിഞ്ഞ് യായിറൂസ് വിഷമിച്ചപ്പോൾ യേശു എന്താ യായിറൂസിനോട് പറഞ്ഞേ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. 5-ാമത്തെ ചോദ്യം, യേശു യായിറൂസിൻ്റെ വീട്ടിൽ ചെയ്ത അത്ഭുതമെന്ത്? യേശു യായിറൂസിൻ്റെ വീട്ടിൽ ചെയ്ത അത്ഭുതമെന്ത്? എന്തത്ഭുതം യേശു ചെയ്തേ? മരിച്ചു പോയെന്ന് പറഞ്ഞ ബാലികയെ യേശു ഉയർപ്പിച്ചു അല്ലേ? മരിച്ചു പോയെന്ന് പറഞ്ഞ ബാലികയെ യേശു ജീവൻ നൽകി അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ ഉത്തരങ്ങളും പാഠവും മനസ്സിലായോ? നമ്മൾ പഠിച്ചതൊക്കെ മനസ്സിലായോ? ചോദ്യോത്തരങ്ങൾ മനസ്സിലായോ? നമുക്കിനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഓക്കെ. ആദ്യത്തേത്, യേശു ശിഷ്യന്മാർക്കും യായിറൂസിൻ്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള വഴി കാണിക്കുക. കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ലേ? കുഞ്ഞുങ്ങൾ സ്കെച്ച് പെൻ എടുത്തോ കളർ പെൻസിൽ എടുത്തോ ആ വഴി കാണിച്ചേ. യേശുവിനും യായിറൂസിനും ശിഷ്യന്മാർക്കും യായിറൂസിൻ്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചേ കുഞ്ഞുങ്ങളെ. അടുത്തത്, ബാലിക മരിച്ചു എന്നറിഞ്ഞപ്പോൾ യേശു യായിറൂസിന് പറഞ്ഞത് എന്താണെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ആ കുത്തുകൾ യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കുത്തുകൾ യോജിപ്പിച്ചേ. എന്താ എഴുതിയിരിക്കുന്നേ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അടുത്തത്, ആരുടെ മകളെയാണ് യേശു ഉയർപ്പിച്ചത്? ആരുടെ മകളെയാ? 3 ഓപ്ഷനുണ്ട്. ലൂക്കോസ്, യായിറോസ്, യുസ്തോസ്. ആരെയാണ് നമ്മൾ പഠിച്ചു ഇന്ന്? യായിറോസ്. രണ്ടാമത്തേത് നിങ്ങൾ ടിക്കറ്റ്, രണ്ടാമത്തേതിന് യായിറോസ്. അടുത്തത് നമ്മൾ പഠിച്ച മനപ്പാഠ വാക്യം ഒന്നുകൂടെ ഒന്ന് ഹൃദയസ്ഥമാക്കാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. സങ്കീർത്തനം 68:20. നിങ്ങൾ നമ്മളെന്താ പഠിച്ചേ? നമ്മുടെ യേശുപ്പച്ചന് എല്ലാം കഴിയും അല്ലേ? എല്ലാം ചെയ്യുവാനുള്ള ശക്തിയും കഴിവും നമ്മുടെ യേശുപ്പച്ചനുണ്ടല്ലേ? അതല്ലേ നമ്മൾ എന്ത് പഠിച്ചേ? നമ്മൾ എന്തിനാ ഇങ്ങനെ സൺഡേ സ്കൂളിൽ ഇങ്ങനെ പല കാര്യങ്ങളും യേശുപ്പച്ചൻ ചെയ്ത അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും മരണത്തിൽ നിന്ന് ആളുകളെ വിടുവിക്കുന്നു ഒക്കെ എന്തിനാ നമ്മൾ പഠിക്കുന്നേ? കുഞ്ഞുങ്ങളെ എന്തിനാ ഇതൊക്കെ പഠിപ്പിക്കുന്നേ? കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശുവിനോടുള്ള വിശ്വാസം വർദ്ധിക്കണം. മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലായാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും പോകുമ്പം നിങ്ങൾ വിഷമിച്ചിരിക്കണോ? അല്ല, നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, നമ്മുടെ യേശുപ്പച്ചൻ. ആ യേശുപ്പച്ചനെ നിങ്ങൾ വിശ്വസിക്കണം. യേശുപ്പച്ചനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ യേശുപ്പച്ചൻ ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. നമ്മൾ പൂർണ്ണമായിട്ട് യേശുപ്പച്ചനിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളിങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സിലും യേശുപ്പച്ചൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളിത് എക്സസൈസ് ചെയ്യണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ അലട്ടിക്കൊണ്ടിരുന്നാൽ മതിയോ? അപ്പായോടും അമ്മയോടും എനിക്കിത് വേണം, എനിക്കത് വേണം, എന്നെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ആരോട് ആദ്യം പറയണം? അവിടെ യേശുപ്പച്ചനോട് പറയണം. യേശുപ്പച്ചന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ സാധിപ്പിച്ചു തരുവാൻ യേശുപ്പച്ചന് കഴിയും കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പിക്കേ. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്ത് നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധിയായാലും പ്രയാസമായാലും കർത്താവെ, എൻ്റെ ദൈവത്തിന് അവരെ വിടുവിക്കുവാനും സഹായിക്കുവാനും കഴിയുമെന്ന് കർത്താവെ ഉറച്ചുകൊണ്ട് ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെയും സൂക്ഷിക്കണം. മഹാമാരിയുടെ പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒന്നും വരുവാൻ ദൈവം ഇടയാക്കല്ലേ. കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് ദൈവം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ ഞങ്ങളെ സൂക്ഷിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.